ആർഎസ്എസ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഇന്ത്യയിൽ പിറവിയെടുത്ത രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഹിന്ദു സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അവർ ആർ എസ് എസിൻ്റെ ആശയധാരകൾ പിന്തുടർന്ന് പിന്നീട് വന്ന BJP സർക്കാർ അല്ലെങ്കിൽ BJP പിന്നീട് ഇന്ത്യ ഭരിച്ചു എന്നുള്ളതും ഒരു ചരിത്രം. കാരണം വളരെ പരിമിതമായ അളവിൽ തുടങ്ങിയ BJP പിന്നീട് ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. അപ്പോൾ RSSും BJPയുടെയും വളർച്ച അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഈ RSS എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിലുടനീളം അവർ പ്രത്യക്ഷ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ പോലും BJPയുടെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ BJPയെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കുള്ള ദിശാബോധം നൽകുന്നത് അത് RSS തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ RSS ഇനി ഇന്ത്യയും കടന്ന് ഇന്ത്യക്ക് ഉപരിയായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷേ മറ്റൊരു പേരിലാണ്. അത് RSS രാഷ്ട്രീയ സ്വയം സേവക് സംഘം നമ്മുടെ ഇന്ത്യയുടെ ദേശഭക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ ദേശഭക്തി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ HSS എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അത് ഹിന്ദു സ്വയം സേവക് സംഘ്, ഹിന്ദു ജനതയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അപ്പോൾ ഈ HSS പല രാഷ്ട്രങ്ങളിലും ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ വേരൂട്ടം അല്ലെങ്കിൽ വലിയ ഒരു വളർച്ച ഉണ്ടായിരിക്കുന്നത് ജപ്പാനിലാണ് എന്നുള്ളത് പറയേണ്ടി വരും. ഇന്ത്യയുമായിട്ട് വലിയ അടുത്ത സൗഹൃദമുള്ള ഒരു രാഷ്ട്രമാണ് ജപ്പാൻ. സാംസ്കാരികമായിട്ടും ജപ്പാനും ഇന്ത്യയുമായിട്ടും സാംസ്കാരികമായിട്ട് വളരെ അടുത്ത് നിലകൊള്ളുന്ന രാഷ്ട്രങ്ങളാണ്. കാരണം ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണെങ്കിൽ ജപ്പാൻ എന്ന് പറയുന്നത് ബുദ്ധ മത ചിന്തയുള്ള ആൾക്കാരുടെ ഭൂരിപക്ഷ മേഖലയാണ്. രണ്ട് മതങ്ങളും സാംസ്കാരികമായി വളരെ അടുത്ത് നിൽക്കുന്ന ചിന്താഗതിയുള്ള മതവിശ്വാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ HSS എന്ന് പറയുന്ന സംഘടന ജപ്പാനിൽ പിറവിയെടുക്കുന്നത് 2016-ലാണ്. ഇന്ത്യയിൽ നിന്ന് പോയ ഒരു സംഘപ്രചാരകൻ ആണ് അവിടെ ഈ HSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് പോയ ആൾ ആരാണെന്നുള്ളത് RSS വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും അതാണ് സംഗതി. ഇപ്പോൾ ഇവിടെ ജപ്പാനിൽ ആയിരക്കണക്കിന് HSS അനുഭാവികൾ അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്നവർ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റ് സൂചിപ്പിക്കുന്നത്. വിവിധങ്ങളായ പരിപാടികൾ HSS ജപ്പാനിൽ നടത്തുന്നുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ട് RSS നടത്തുന്നതിന് സമാനമായിട്ടുള്ള ശാഖകൾ, RSS ശാഖകൾ ജപ്പാനിലും പ്രവർത്തിക്കുന്നുണ്ട്. വിവിധങ്ങളായ പരിപാടികൾ അവർ അവിടെ സംഘടിപ്പിക്കുന്നുമുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞത് പ്രകാരം 2025 ജൂലൈ 12, 13 ദിവസങ്ങളിൽ അവർ ഗുരു പൗർണിമ വളരെ വിപുലമായിട്ട് ആഘോഷിച്ചു. ധ്വജപ്രണാമം, അതായത് നമ്മുടെ ഈ RSSൻ്റെ കാവിക്കൊടി ഉണ്ടല്ലോ, അതിനെ വന്ദിക്കുന്ന പരിപാടികളടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്തി. പിന്നെ ഹിന്ദു സാമ്രാജ്യ ദിവസ് ജൂൺ 7, 8 ദിവസങ്ങളിലായിട്ട് അവിടെ ആഘോഷിച്ചു. അപ്പോൾ ഈ HSS ജപ്പാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സാംസ്കാരികപരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ്. പ്രധാനമായിട്ട് അവർ പറയുകയാണെങ്കിൽ ഈ വേദഗ്രന്ഥങ്ങൾ സംബന്ധിച്ചുള്ള വിജ്ഞാനം പകർന്നു കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ പറയുക, പിന്നെ പൊതു ചർച്ചകൾ നടത്തുക, പിന്നെ ശാരീരികമായിട്ടുള്ള പരിശീലന മുറകൾ അഭ്യസിപ്പിക്കുക, പിന്നെ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അത് ഈ വസ്ത്രശേഖരണം, രക്തദാനം, ദുരന്ത നിവാരണ പ്രവർത്തനം, സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സഹായിക്കുക, ഇതൊക്കെയാണ്. പിന്നെ ഇന്ത്യയുടെയും ജപ്പാന്റെയും ദേശഭക്തിയിൽ അധിഷ്ഠിതമായിട്ട് ദേശ് പ്രേം ദിവസ് എന്ന പേരിൽ ജപ്പാന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അവിടെയും പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ അവിടെ ഈ HSSൻ്റെ അനുഭാവികളായിട്ട് പ്രവർത്തിക്കുന്നവരിലേറെയും ഹിന്ദുമത വിശ്വാസികളും ഇതിനോട് അനുഭാവമുള്ള ജപ്പാൻ സ്വദേശികളുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധമത വിശ്വാസികൾക്ക് ഹിന്ദു മതവിശ്വാസവുമായിട്ട് ഇടകലർന്നിട്ടുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് ജപ്പാൻ സ്വദേശികളായിട്ടുള്ള പലരും ഈ HSSൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് കുടിയേറിയിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ളവരും പിന്നെ ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഹിന്ദുക്കളായിട്ടുള്ളവരുമൊക്കെ ഈ HSSൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട്. അവർ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ പൊതുപ്രവർത്തനങ്ങൾ, ആഘോഷ പരിപാടികളൊക്കെ, പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്.
അവിടെ ഏകദേശം ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നൊക്കെ കുടിയേറി പാർത്തിരിക്കുന്നവർ ഏതാണ്ട് 3.5 ലക്ഷത്തോളം വരും. അപ്പോൾ ഇതിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ HSSൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ടോക്കിയോ, കോബോ തുടങ്ങിയ നഗരങ്ങളിലൊക്കെയാണ് HSS അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം വലിയൊരു പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഹിന്ദു വിഭാഗം എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ്. അവിടുത്തെ ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധമത വിശ്വാസികളാണ്. അപ്പോൾ അവിടെ ഈ മറ്റ് പല സംഘടനകളും ഈ HSS കൂടാതെ ഇസ്കോൺ, അതായത് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന കൃഷ്ണഭക്തരുടെ കൂട്ടായ്മയും ജപ്പാനിൽ വളരെ രീതിയിൽ വേരോടുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ HSS അവിടെ ഇത്ര വലിയ സമർത്ഥമായിട്ട് വളരുന്നു എന്നതിന് ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ HSS തന്നെ അല്ലെങ്കിൽ RSS അനുഭാവികൾ തന്നെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഉത്തരം ജപ്പാനിൽ മുസ്ലിം മൗലികവാദം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. അപ്പോൾ അതിന് പ്രതിരോധം എന്ന നിലയിലാണ് ഈ HSS പ്രവർത്തനങ്ങൾ അവിടെ വ്യാപിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ വരുന്നത്. അപ്പോൾ ആ പറയുന്നതിലും ചില കാര്യങ്ങൾ ഉണ്ട്. കാരണം ഈ ജപ്പാനിൽ കുടിയേറ്റം നടക്കുന്നവരിലും അതേപോലെ മതപരിവർത്തനം നടക്കുന്നവരിൽ ഏറെയും ഉള്ളത് ഇപ്പം മുസ്ലിങ്ങളാണ് എന്നുള്ള വിവരമാണ് ഉള്ളത്. കാരണം 2010 അവിടെ 1,10,000-ഓളം മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2019 കണക്ക് 2,30,000-ഓളമാണ്. അവിടെ പള്ളികളുടെ എണ്ണം, അതായത് 1970 കാലയളവിൽ നാമമാത്രമായ മുസ്ലിം ദേവാലയങ്ങളെ ജപ്പാനിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ 2025 അതിൻ്റെ കണക്ക് ഏതാണ്ട് 110ഓളം മുസ്ലിം ദേവാലയങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ഈ ജപ്പാനിലേക്ക് കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങളിൽ ഏതാണ്ട് 90%-ഓളവും തീവ്ര മുസ്ലിം ചിന്താഗതിയുള്ള അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് തന്നെ കുടിയേറിയവരാണ് എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കമുള്ളവർ ജപ്പാനിൽ വന്ന് തൊഴിൽ ആവശ്യാർത്ഥം അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ പലസ്തീൻ പ്രക്ഷോഭം നടന്ന സമയത്ത് ജപ്പാനിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഈ പലസ്തീൻ അനുകൂലികളായിട്ടുള്ളവർ ടോക്കിയോയിലും അടുത്തുമൊക്കെ ആയിരക്കണക്കിന് പേർ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായിട്ട് അവിടെ സംഘടിക്കുകയും പ്രക്ഷോഭ പരിപാടികളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതും ഈ HSS അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കൂ, ഇവിടെ മുസ്ലിം മതമൗലികവാദം പ്രചരിക്കുന്നു, അപ്പോൾ അതിനെ ചെറുക്കാനായിട്ടാണ് HSS അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ RSSൻ്റെ അല്ലെങ്കിൽ HSSൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ജപ്പാനിൽ ഏതെങ്കിലും തരത്തിലുള്ള മുസ്ലിം ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഭവം ഇതുവരെ അങ്ങനെ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ 2015 സിറിയയിൽ IS ഭീകരവാദികൾ 2 ജപ്പാൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി വധിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ജപ്പാനിൽ ഈ മുസ്ലിം ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ജപ്പാൻ ഭരണകൂടം വലിയ സൂക്ഷ്മത പുലർത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദം ജപ്പാനിൽ അങ്ങനെ വലിയ വേരോട്ടം നേടിയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ അവിടെ ഇസ്ലാം മത വിശ്വാസികൾ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവിടെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനെന്ന മട്ടിലാണ് HSSഉം അല്ലെങ്കിൽ RSSഉം ജപ്പാനിൽ വലിയ രീതിയിൽ അവരുടെ പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്.